മെഷർ ആൻഡ് ഡിഗ്രി മെഷറിലെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വർഷം ആനുവൽ എക്സാം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. നോക്കിയേ, എ വീൽ മേക്സ് 360 റെവല്യൂഷൻ ഇൻ 1 മിനിറ്റ്. ഒരു ചക്രം, ഒരു വീൽ, ഒരു കാറിന്റെയോ ബസിന്റെയോ സ്കൂട്ടറിന്റെയോ വീലിലെ ചക്രം വീൽ മേക്സ് 360 റെവല്യൂഷൻ ഇൻ 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ 360 പ്രാവശ്യം കറങ്ങുന്നു. 360 റെവല്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ 360 പ്രാവശ്യം കറങ്ങുന്നു. ത്രൂ ഹൗ മെനി റേഡിയൻസ് ഡസ് ഇറ്റ് ടേൺ ഇൻ 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? ആ ടയർ ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു റേഡിയൻ മെഷറിൽ കണ്ടുപിടിക്കണം. എത്ര ദൂരം സഞ്ചരിച്ചു? നമ്മളിപ്പോ ഓഡോമീറ്റർ റീഡിംഗ്, സ്പീഡോമീറ്റർ റീഡിംഗ് ഒക്കെ നമ്മള് പിന്നെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് അറിയാമല്ലോ. നമുക്ക് കാറിന്റെ സ്പീഡ്, ബൈക്കിന്റെ സ്പീഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഓഡോമീറ്റർ റീഡിംഗ് ഉണ്ട്, സ്പീഡോമീറ്റർ റീഡിംഗ്. ഓഡോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു, സ്പീഡോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സ്പീഡിൽ സഞ്ചരിച്ചു. അതെല്ലാം ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു വീല് ഒരു മിനിറ്റിൽ 360 പ്രാവശ്യം കറങ്ങിയാൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങും എന്നാൽ എത്ര ദൂരം സഞ്ചരിച്ചു? വീലിങ്ങനെ ഒരു വീലിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഒരു വീൽ എന്ന് പറയുമ്പോൾ സർക്കിളാണ്. സർക്കിൾ ഇവിടം തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരു കറക്കം പൂർത്തീകരിച്ചു. അതൊരു നൂലാണെന്ന് വിചാരിക്കും. നൂല് കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് അത് നേരെ വെച്ച് കഴിയുമ്പോൾ ആ വീൽ എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെ ആ വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഇതൊരു വീൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറക്കമാണ്. ഇവിടെ മുതൽ ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഒരു കറക്കം കറങ്ങുമ്പോൾ അതാണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഇവിടെ ഇപ്പൊ നമ്മൾ നൂല് ഇങ്ങനെ ടയറേക്കൂടെ എടുത്ത് ഇങ്ങനെ വരെ ചുറ്റിയെടുത്തിട്ട് നൂർത്ത് വെച്ചാൽ അത് പിന്നെ ദൂരമായി മാറി എത്ര കിലോമീറ്റർ ആയി, എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നൊക്കെ അറിയാൻ സാധിക്കും. അതപ്പോ റേഡിയൻ മെഷറിലെ കാണാനൊക്കെ തോന്നും. ദൂരങ്ങളൊക്കെ റേഡിയൻ മെഷറിലായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ചോളുക. ഇൻ 1 മിനിറ്റ് വീൽ മേക്സ് 360 റെവല്യൂഷൻ. അത് അവർ പറയുന്നുണ്ട് ക്വസ്റ്റിനകത്ത്. ഇൻ 1 മിനിറ്റ് വീൽ മേക്സ് 360 റെവല്യൂഷൻ. ദർഫോർ ഇൻ 1 സെക്കൻഡ് വീൽ മേക്സ് എത്ര റെവല്യൂഷൻ വരും? അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അത് 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ്. അപ്പൊ ഒരു മിനിറ്റിൽ 360 പ്രാവശ്യം വീല് കറങ്ങും. ഒരു പ്രാവശ്യം കറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ 360 ഡിഗ്രി ആയി. വീൽ 2 പ്രാവശ്യം കറങ്ങുമ്പോൾ 360 പ്ലസ് 360 720 ഡിഗ്രി ആയി. വീൽ 3 പ്രാവശ്യം കറങ്ങുമ്പോൾ വീൽ 1 കറങ്ങി, 2 കറങ്ങി, അപ്പൊ 2 സർക്കിളായി, 3 കറങ്ങി. 3 സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 3 × 360 എന്ന് വരും. 5 പ്രാവശ്യം കറങ്ങുമ്പോൾ 5 × 5 × 360 എന്ന് വരും. അപ്പൊ ഇവിടെ ഒരു മിനിറ്റ് കൊണ്ട് 360 പ്രാവശ്യം കറങ്ങിയപ്പോൾ ഒരു സെക്കൻഡിൽ 360/60 റെവല്യൂഷനാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 360/60 ഒരു മിനിറ്റിൽ 360 പ്രാവശ്യം കറങ്ങിയപ്പോൾ ഒരു സെക്കൻഡ് 60 സെക്കൻഡ് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അപ്പം ഒരു സെക്കൻഡ് ഒരു കണ്ണടച്ച് തുറക്കുന്ന രീതിയിൽ എത്ര ദൂരം അല്ലെ എത്ര പ്രാവശ്യം വീൽ കറങ്ങി എന്നറിയാൻ 360/60 ദാറ്റ് ഈസ് 0 ക്യാൻസൽ ചെയ്തു 6 റെവല്യൂഷൻ. 6 പ്രാവശ്യം കറങ്ങും. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു മിനിറ്റിൽ 360 പ്രാവശ്യം കറങ്ങി അതെടുത്ത് ഒരു സെക്കൻഡ് 60 സെക്കൻഡ് ഒരു മിനിറ്റ്. അപ്പൊ ഒരു സെക്കൻഡിൽ 360/60 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ 360/60 എന്ന് പറയുമ്പോൾ 6 റെവല്യൂഷൻ. 6 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറയാൻ തന്നെ 360 ഡിഗ്രിയാണ്. ഒരു കറക്കം പൂർത്തീകരിക്കുമ്പോൾ ഒരു സർക്കിളായി 360 ഡിഗ്രി. അങ്ങനെ 6 പ്രാവശ്യം വീൽ കറങ്ങി. അപ്പം 6 × 360 ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.2160 ഡിഗ്രി. പക്ഷെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒരു വീല് കറങ്ങി അങ്ങനെ 6 പ്രാവശ്യം കറങ്ങുന്ന അത്രയും നമ്മൾ നൂലിങ്ങനെ 6 പ്രാവശ്യം ചുറ്റി എടുത്തിട്ട് ആ നൂല് നേരെ വെച്ചാൽ ആ വീൽ എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ ആ വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അറിയാൻ പറ്റും. അത് റേഡിയൻ മെഷറിലെ ആക്കാൻ പറ്റത്തുള്ളൂ, ഡിഗ്രി മെഷറിൽ പറയാനൊക്കത്തില്ലല്ലോ. അപ്പൊ ഇതിനെ റേഡിയൻ മെഷറിനെ എന്താക്കണം? ഡിഗ്രി മെഷർ ആക്കണം. 2160 × π/180 റേഡിയൻ. 0 ക്യാൻസൽ ചെയ്തു. 18 × 216 12 π. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 12 ആവും. 216 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 π റേഡിയൻ. 12 π റേഡിയൻ. അപ്പം in 1 second wheel turn 12 π റേഡിയൻ. 12 π റേഡിയൻ. ദൂരം കാണണമെങ്കിൽ പൈ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ആകും. അപ്പൊ 12 × 3.1 അത്രയും ദൂരം അത് സഞ്ചരിച്ചു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തായിട്ട് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെന്റിമീറ്റർ ലോങ്. ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ്? അതായത് ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ക്ലോക്കോ രണ്ടും ചെയ്യുന്ന ഈ പ്രോബ്ലം തന്നെയാണ്, സെയിം ആണ് രണ്ടും. ക്ലോക്കിന്റെയും വാച്ചിന്റെയും എല്ലാം ഡയൽ സർക്കിൾ ആകൃതിയിലാണ്.
അപ്പൊ ഒരു സർക്കിൾ ഒരു വാച്ചിന്റെ ഡയലാണ്. അപ്പൊ അതിന്റെ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് അവർ പറയുന്നുണ്ട്. മിനിറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാല് ഏറ്റവും നീളം കൂടിയ വശം ഇതാണ് മിനിറ്റ് ഹാൻഡ്. അതാണെങ്കിൽ അത് എൻഡിൽ വരെ വന്ന് മുട്ടത്തുള്ളൂ. അവർ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇത്രയും വരെ ചെറുതേ വരത്തുള്ളൂ. അതുകൊണ്ട് മിനിറ്റ് ഹാൻഡ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് 1 o'clock, 2 o'clock, 3 o'clock, 4, 5, 6, 7, 8, 9, 10, 11 അങ്ങനെയാണല്ലോ വാച്ചിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെന്റിമീറ്റർ ലോങ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ആ സർക്കിളിന്റെ റേഡിയസ് അല്ലേ. ഇതൊരു സർക്കിളായിട്ട് എടുക്കത്തില്ല. ഡയൽ എന്ന് പറയുമ്പോൾ വൃത്താകൃതിയിലല്ലേ വരുന്നത്. അപ്പൊ അത് എന്താണ് ഒരു സർക്കിളിന്റെ ഡയൽ എന്ന് പറഞ്ഞാല് നോക്കാം, ഇത് സർക്കിൾ ആകൃതിയിലാണ്. അപ്പൊ ഇത് റേഡിയസ് ആണ്. അപ്പം ആണ് 1.5 സെന്റിമീറ്റർ എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷെ അതിനുശേഷം അത് 40 മിനിറ്റ് ആ നീഡിൽ യാത്ര ചെയ്തു. 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ നോക്കി ഇവിടെ 1 o'clock 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20, 25, 30, 35, 40 ഇവിടെ വരെ അതിന്റെ മിനിറ്റ് ഹാൻഡ് യാത്ര ചെയ്തു. 40 മിനിറ്റ് വരെ യാത്ര ചെയ്തു. 60 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂർ കംപ്ലീറ്റ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്. അപ്പോൾ അത് 360 ഡിഗ്രി ആവും. പക്ഷെ ഇത് അത്രയും വന്നിട്ടില്ല. 60ന്റെ 40 ഭാഗം മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇവിടെ മുതൽ ഇങ്ങനെ വന്ന് ഇവിടെ വരെ വരുമ്പോൾ നമുക്ക് വലിയ സൂചി ഇവിടെ വരെ വരുമ്പോൾ 1 മണിക്കൂർ ആവും. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആവും. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ പക്ഷെ അത് മൊത്തം കൂടെ ആംഗിളിൽ പറയുന്നത് 60 ഡിഗ്രി 60 മിനിറ്റ് ഡിഗ്രി അല്ല, സോറി. ഇതിപ്പം ഇവിടെ മുതൽ ഇങ്ങനെ ഈ വലിയ സൂചി ഇങ്ങനെ വന്ന് ഇവിടെ വരെ വരുമ്പോൾ 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 അവർ. പക്ഷെ ഇത് ഇവിടുന്ന് 40 മിനിറ്റ് യാത്ര ചെയ്തു. അതായത് ഇവിടെ വന്ന് തൊട്ട് ഇവിടെ വരെ വന്ന് നിൽപ്പുള്ളൂ. അപ്പൊ 60ന്റെ 40 ഭാഗമേ യാത്ര ചെയ്തിട്ടുള്ളൂ. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോൾ 60 മിനിറ്റ്. ഇപ്പൊ 5, 10, 15, 20, 25 അങ്ങനെ 60 മിനിറ്റ്. പക്ഷെ അതിന്റെ 40 ഭാഗമേ യാത്ര ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ ആംഗിൾ എത്രന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 1.5 സെന്റിമീറ്റർ. അപ്പം എന്താണ് അതിന് ടിപ്പ്, ഇതിന്റെ അഗ്രം എത്ര ദൂരം 40 മിനിറ്റ് ആ നീഡിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ദൂരം എത്ര സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാണ് ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ നീഡില് ഇങ്ങനെ വന്നിട്ട് കംപ്ലീറ്റ് ഇവിടെ വരെ വരുമ്പോൾ 60 ഡിഗ്രി ആവും. 60 മിനിറ്റ് ആവും. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 അവർ. പക്ഷെ ഇത് ഇവിടുന്ന് ഇവിടെ വരെ വന്നിട്ടുള്ളൂ. അപ്പൊ 60ൽ 40 മിനിറ്റേ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പൊ 40/60 റെവല്യൂഷനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 60ൽ 40 ഭാഗം. 60ൽ 60 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ ഇവിടെ വരെ വന്നു. പക്ഷെ 60ല് 40 ഭാഗം മാത്രമേ യാത്ര ചെയ്തുള്ളൂ. അപ്പൊ 40/60 റെവല്യൂഷൻ 60ൽ 40 ഭാഗമേ കറങ്ങിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നീഡിൽ ഇവിടെ വരെ വരുമ്പോൾ ഇതിന്റെ ദൂരം എത്ര ദൂരം ഇതിന്റെ ടിപ്പ് സഞ്ചരിച്ചെന്ന്, ടിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ അഗ്രം, ഈ നീഡിലിന്റെ അഗ്രം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം, അതാണ് എൽ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർക്ക് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മള് ഇൻ 40 മിനിറ്റ്സ്, ഇൻ 60 മിനിറ്റ്സ് മിനിറ്റ് ഹാൻഡ് ടേൺ അല്ലെ റൊട്ടേറ്റ് ടേൺ 1 റെവല്യൂഷൻ. 60 മിനിറ്റ് കൊണ്ട് ഒരു കറക്കം പൂർത്തീകരിക്കും. പക്ഷെ ഇവിടെ 40 മിനിറ്റേ ഉള്ളൂ. അപ്പം ഇൻ 40 മിനിറ്റ്സ് മിനിറ്റ് ഹാൻഡ് മൂവ് അല്ലെങ്കിൽ ടേൺ 40/60 റെവല്യൂഷൻ. 40/60 60ൽ 40. ഇവിടെ മുതൽ ഇവിടെ വരെ വരുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ 60 മിനിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് 60ൽ 40 ഭാഗമായുള്ളൂ. 40/60 റെവല്യൂഷൻ. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ 0 ക്യാൻസൽ ചെയ്യുന്നു. 4/6ന്റെ പകുതി പറയുമ്പോൾ 2/3 റെവല്യൂഷൻ. 2/3 റെവല്യൂഷൻ. 3ൽ 2 ഭാഗമേ കറങ്ങിയിട്ടുള്ളൂ. 3ൽ 3 ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ വരും. ഇതിൽ ആകെയുള്ളതിന്റെ 3ൽ 2 ഭാഗമേ നീഡിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ് ആകെ. ഒരു കറക്കം പൂർത്തീകരിക്കുമ്പോൾ 360 ആണ്. അപ്പൊ 2 പ്രാവശ്യം കറങ്ങിയാൽ 2 × 360. 3 പ്രാവശ്യം കറങ്ങുമ്പോൾ 3 × 360. ആ എണ്ണം കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 പ്രാവശ്യം അത് കറങ്ങുമ്പോൾ 5 × 360. അങ്ങനെയാണെങ്കിൽ 360ന്റെ 3ൽ 2 ഭാഗമേ കറങ്ങിയുള്ളൂ. ഇൻറ്റു 2/3. ഒരു പേനയുടെ വില 5 രൂപ. 10 പേനയുടെ വില 5 × 10 5 × 10. അതുപോലെ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. 2 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 × 360. 3 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 3 കറക്കം പൂർത്തീകരിക്കുമ്പോൾ 3 × 360. അങ്ങനെയാണെങ്കിൽ
മൂന്നിൽ രണ്ട് ഭാഗം റവല്യൂഷനെ കംപ്ലീറ്റ് ചെയ്തുള്ളൂ, ഒരു ഭാഗം പോലും ഇല്ല. അപ്പൊ 360 into 3 2/3 360 into 2/3 എന്ന് പറയും. അപ്പൊ ഇത് 120, that is theta is equal to 240 degree. പക്ഷെ നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് ദി ആർക്ക്. ലെങ്ത് ഓഫ് ദി ആർക്ക് കാണുന്ന ഇക്വേഷൻ r into theta. അപ്പം ഇത് റേഡിയസ് ആണ് r എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. തീറ്റയെ നമുക്ക് റേഡിയൻ മെഷർ ആക്കണം. ഡിഗ്രി മെഷർ പറ്റത്തില്ല, രണ്ടും 2 യൂണിറ്റ് ആണ്. ഇത് സെന്റിമീറ്ററും ഇത് ഡിഗ്രിയുമാണ്. യൂണിറ്റ് മാറ്റിയെടുക്കണമെങ്കിൽ 240 into π/180. കാരണം ഇത് സെന്റിമീറ്റർ യൂണിറ്റ് ആണ്. തീറ്റ എന്ന് പറയുമ്പോൾ ഡിഗ്രിയാണ്. സെന്റിമീറ്ററും ഡിഗ്രി മെഷറോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും സെയിം യൂണിറ്റ് ആയിരിക്കണം. രണ്ടും ഒന്നുകിൽ സെന്റിമീറ്റർ ആയിരിക്കണം, അത് രണ്ടും എന്തായിരിക്കണം, ഡിഗ്രി ആയിരിക്കണം. അപ്പൊ റേഡിയൻ മെഷർ, നമ്മൾ ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷർ ആക്കുന്നു. 0 ക്യാൻസൽ ചെയ്തു. 6 into 4 24 π/6 into 318 റേഡിയൻ. 4 π/3 എന്ന് പറയും. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ 6 കൊണ്ട്. അപ്പൊ ഇത് 4 ആയി, ഇത് 3 ആയി. അപ്പം 4 π/3 റേഡിയൻ എന്നാവും. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ആർക്ക് L is equal to r theta. അപ്പം L is equal to r എന്ന് പറഞ്ഞാൽ 1.5 into theta എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി 4 π/3 എന്ന് വരും. നമ്മുടെ യൂണിറ്റ് ആയിട്ട് മാറി. ഇത് സെന്റിമീറ്റർ ആണ്, ഇതും ആ സെന്റിമീറ്ററിലേക്ക് മാറി. പക്ഷേ നോക്കിയോ 1.5 into 4 15 into 4 എന്ന് പറഞ്ഞാൽ 60. പക്ഷെ ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസ് ഉണ്ട്, അത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി. 6 π/3 എന്ന് പറയാൻ 6 ഉം 3 ക്യാൻസൽ ചെയ്ത് 2π. ലെങ്ത് ഓഫ് ദി ആർക്ക് L is equal to 2π. that is L is equal to 2 into പൈയുടെ വാല്യൂ 3.14 6.28. അപ്പൊ അതിന്റെ നീഡിന്റെ അഗ്രം 6.28 ദൂരം സെന്റിമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. അപ്പം എഴുതണം എന്താണ് ടിപ്പ് ഓഫ് അല്ലെങ്കിൽ ടിപ്പ് ഓഫ് മിനിറ്റ് ഹാൻഡ്. ടിപ്പ് ഓഫ് മിനിറ്റ് ഹാൻഡ് മൂവ് എത്രയാണ് 6.28 സെന്റിമീറ്റർ. ടിപ്പ് ഓഫ് മിനിറ്റ് ഹാൻഡ് മൂവ് ചലിച്ചു 6.28 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത നമുക്ക് റേഡിയൻ മെഷറിന്റെ അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇഫ് ഇൻ 2 സർക്കിൾസ്, 2 സർക്കിൾസ്, ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത്, ആ 2 സർക്കിളിന്റെയും ആർക്ക് ലെങ്ത് ഈക്വൽ ആണ്. സബ്റ്റൻഡ് ആംഗിൾസ് 60 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി. അതിന്റെ ആംഗിൾസ് 60 ഡിഗ്രിയും 75 ഡിഗ്രിയുമാണ്. അറ്റ് ദ സെന്റർ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ. എന്നാൽ അതിന്റെ റേഷ്യോ ഓഫ് ദ റേഡിയസിന്റെ റേഷ്യോ കണ്ടുപിടിക്കും. അതായത് 2 സർക്കിൾ, ചെറുതും വലുതുമായിട്ടുള്ള 2 സർക്കിൾ, വ്യത്യസ്തമായിട്ടുള്ള 2 സർക്കിൾ, അതിന്റെ ആംഗിൾ ഒരെണ്ണം 60 ഡിഗ്രിയാണ് അവർ തന്നിരിക്കുന്ന ആംഗിൾ. അതിന്റെ ഏതിന്റെയാണ് ആർക്ക് ഓഫ് ദ സെയിം ലെങ്ത് സബ്റ്റൻഡ് ആംഗിൾസ് ആണോ. അതിന്റെ ഇത്രയും ഭാഗത്തിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 60 ഡിഗ്രി, മറ്റേ സർക്കിളിന്റേത് 75 ഡിഗ്രിയുമാണ്. രണ്ടും വ്യത്യസ്തമായിട്ടാണ്. പക്ഷെ ആർക്ക് ലെങ്ത് ഈക്വൽ ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് 2 സർക്കിളിന്, ചെറുതും വലുതായിട്ടുള്ള 2 സർക്കിളിനെ ആർക്ക് ലെങ്ത് രണ്ടും സെയിം. അതുകൊണ്ട് അതിനെ മാത്രം നമ്മൾ L എന്ന് വിളിച്ചു. രണ്ടും L തന്നെയാണ്. പക്ഷെ റേഡിയസ് R1 ആണ്. ആദ്യത്തെ സർക്കിളിന്റെ റേഡിയസ് എന്നറിയാൻ R1 ഉം രണ്ടാമത്തെ സർക്കിളിന്റെ റേഡിയസ് എന്നറിയാൻ R2 എന്ന് വിളിച്ചു. അതുപോലെ ഒന്നാമത്തെ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ θ1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ θ2 എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം എഴുതുമ്പോൾ ലെറ്റ് R1 ആൻഡ് R2 ബി the radius of 2 circles. 2 സർക്കിൾസിന്റെയും റേഡിയസ് ആയിട്ട് R1 R2 എടുത്തു. അല്ലോ θ1 ആൻഡ് θ2 ബി the central angles of two circles. 2 സർക്കിൾസിന്റെ സെൻട്രൽ ആംഗിൾ θ1 ഉം θ2 ആയിട്ടും എടുത്തു. കാരണം ആർക്ക് ലെങ്ത് മാത്രം സെയിം, അതുകൊണ്ട് അത് എല്ലാം മാത്രം ഇടുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തൊക്കെയാ പറയുക, θ1 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്, θ2 എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രിയുമാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആർക്ക് ലെങ്ത് രണ്ടും സെയിം ആണ്. അപ്പൊ ആർക്ക് ലെങ്ത് കാണുന്ന ഇക്വേഷൻ എന്തോ L is equal to R into θ. അപ്പൊ ഒന്നാമത്തെ സർക്കിളിനെ അറിയാൻ R1 into θ1 എന്ന് വേണേ എഴുതാം. ഒന്നാമത്തെ റേഡിയസ് R1 ഉം
ആംഗിൾ θ1. അപ്പൊ R1 into θ1 എന്ന് വേണമെങ്കിൽ. അപ്പം നമുക്ക് പക്ഷെ റേഡിയസ് സെന്റിമീറ്റർ, റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ റേഷ്യോ തീറ്റ. ഇത് രണ്ടും 2 യൂണിറ്റ് ആണ് അല്ലെ. ഇത് സെന്റിമീറ്റർ യൂണിറ്റും ഇതെന്താണ് ഡിഗ്രി. അപ്പൊ ഈ ഡിഗ്രി മെഷറിനെ നമുക്ക് എന്താക്കി മാറ്റണം, റേഡിയൻ മെഷറിനെ ആക്കി വെക്കുക. θ1 is equal to 60 into pi by 180. അപ്പൊ θ1 is equal to 0 ക്യാൻസൽ ചെയ്തു, pi by 3 റേഡിയൻ. അപ്പൊ നമ്മുടെ യൂണിറ്റ് ആയിട്ട് മാറി. സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ, മീറ്റർ ആണ് മീറ്റർ. ഇനി അടുത്തത് θ2 എന്ന് പറയുമ്പോൾ അതിനെ റേഡിയൻ മെഷർ ആക്കാം. 75 into pi by 180. 5 കൊണ്ട് 15, 5 കൊണ്ട് 36. അപ്പം 15 pi by 36. 5 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്തു. ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിവൈഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ, അതാണ് സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. വീണ്ടും പറ്റും, 3 കൊണ്ട് പറ്റും. 3 കൊണ്ട് 5, 3 കൊണ്ട് 12. അപ്പൊ 5 pi by 12 റേഡിയൻ. അതാണ് θ2. അത്രയും വരെ മനസ്സിലായല്ലോ. ഇനി നോക്കാം, ഭാഗം തുടങ്ങിയ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഒരുപാട് വർഷം ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വെറൈറ്റി കണക്കുകൾ ചെയ്ത് പഠിക്കുക, ചുമ്മാതെ എളുപ്പമുള്ള കണക്ക് പഠിക്കരുത്. അപ്പം ആർക്ക് ലെങ്ത് ഓഫ് ഫസ്റ്റ് സർക്കിളിന്റെ ആർക്ക് ലെങ്ത് L. അത് L തന്നെ, എല്ലാത്തിനും രണ്ടിന്റെ L തന്നെ എടുക്കുക, കാരണം സെയിം ആർക്ക് ലെങ്ത് എന്ന് ക്വസ്റ്റൻ അത് പറയുന്നുണ്ട്. അപ്പം L is equal to R1 into θ1. അപ്പം R1 അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു θ1 എന്ന് പറഞ്ഞാൽ pi by 3, ഇക്വേഷൻ 1. ഇനി ആർക്ക് ലെങ്ത് ഓഫ് സെക്കൻഡ് സർക്കിൾ. ആർക്ക് ലെങ്ത് ഓഫ് സെക്കൻഡ് സർക്കിൾ. ആർക്ക് ലെങ്ത് ഓഫ് സെക്കൻഡ് സർക്കിൾ. അത് L തന്നെ. L is equal to R2 into θ2. R2 into θ2. R2 into θ2. രണ്ടും അപ്പൊ അത് L തന്നെയാണ്. ആർക്ക് ലെങ്ത് ഈക്വൽ L is equal to R2 into θ2 എന്ന് പറയുമ്പോൾ 5 pi by 12. ഇക്വേഷൻ 2. ഇക്വേഷൻ 1 and 2 are equal. ഇക്വേഷൻ 1 and 2 are equal. എന്താ കാര്യം, ആർക്ക് ലെങ്ത് ആർ സെയിം ആണ്. ഇക്വേഷൻ 1 and 2 are, ഇതും L ആണ്, ഇതും L ആണ്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പം ഇക്വേഷൻ 1 and 2 are equal. കാരണം എന്താണ്, ആർക്ക് ലെങ്ത്സ് ആർ ഈക്വൽ എന്ന് പറയുന്നുണ്ട്. രണ്ടിന്റെ ആർക്ക് ലെങ്ത് ഈക്വൽ ആണ്. അപ്പോൾ ഇക്വേഷൻ 1 and ഇക്വേഷൻ 2 ആർ ഈക്വൽ. രണ്ടും ഈക്വൽ ആണ് ആർക്ക് ലെങ്ത്. അപ്പം ഇക്വേഷൻ 1 and 2 ആർ, കാരണം എന്താണ്, ആർക്ക് ലെങ്ത് ആർ സെയിം. ആർക്ക് ലെങ്ത്സ് ആർ സെയിം. സെയിം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ഈക്വൽ ആയിട്ട് എഴുതാം. രണ്ടും എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് എഴുതുന്നത് നോക്കി. അതായത് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ഈക്വൽ. R1 into pi by 3 is equal to R2 into 5 pi by 12. കാരണം ഇത് L ആണ്. ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. R1 into pi by 3 is equal to R2 into 5 pi by 12. ഇങ്ങനെ വരുമ്പോൾ ഈ 3 ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ 3 ആണ്. വേണേ 3 അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്താൽ ഇങ്ങനെ വരും 12 into R1 into pi. ഇത് ഓൾ ഡിവൈഡഡ് ബൈ, ഈ R2 എന്ന് പറയുന്നത് ഓൾ ഡിവൈഡഡ് ബൈ 12 ആണ്. ഇത് ഓൾ ഡിവൈഡഡ് ബൈ 12. അതായത് നമ്മളിപ്പോ P into Q by R എന്ന് പറഞ്ഞാൽ നമ്മൾ PQ ഓൾ ഡിവൈഡഡ് ബൈ R എന്ന് എഴുതത്തുള്ളൂ. കാരണം P എന്ന് പറഞ്ഞാൽ P by 1 ആണ്. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ. അതുപോലെ ഇവിടെ R മീൻസ് R by 1. അപ്പൊ pi R1 ഓൾ ഡിവൈഡഡ് ബൈ 3 എന്നാണ്. ഇത് 5 pi R2 ഓൾ ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പൊ 12 ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. 12 into R1 into pi is equal to 3 ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. 3 into R2 into 5 pi. 3 R2 into ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. 12 ഇങ്ങോട്ട്. അതാണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുവരും, 12 into R1 is equal to 3 into 5, 15 into R2. 12 into R1 is equal to 3 into 5, 15 into R2. അപ്പൊ നമ്മൾ R1 is to R2 നമ്മുടെ ബേസ് ക്ലാസ് ചെയ്യാൻ എല്ലാ റേഷ്യോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബേസ് ക്ലാസ് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്താൽ അതിനകത്ത് 28 ക്ലാസ്സോളം വളരെ പ്രധാനപ്പെട്ടതുണ്ട്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട്. ഒരുപാട് രക്ഷകർത്താക്കളും ഒരുപാട് സ്ഥലത്തും കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് രക്ഷകർത്താക്കൾ എന്നെ വിളിച്ചിട്ടുമുണ്ട്. അതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് സാറേ ആ ക്ലാസ് എല്ലാം മനസ്സിലാവും. ഏതാ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ക്ലാസ് ബേസ് ക്ലാസ്സുകളൊക്കെ. അപ്പൊ നിങ്ങളോട് അതൊന്ന് കണ്ടേക്ക്. പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓർഡറിൽ വരും. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3. അത് ശരിക്കും പഠിച്ചാൽ
വളരെ പ്രയോജനം ചെയ്യും. ഭാവി നിങ്ങൾ ടെസ്റ്റ് ഒക്കെ പോകാനും PSC കോച്ചിങ്ങിനോ ബാങ്കിന്റെയോ NDA എന്ത് വന്നാലും എയർഫോഴ്സോ നേവി ആർമി എല്ലാത്തിനും അത് പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യം ഓർത്തോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ റേഷ്യോയുടെ കണ്ടീഷൻ നോക്കിയാൽ R1:R2 എന്ന് പറഞ്ഞ റൊട്ടേഷൻ ആണ്. R1:R2 15:12 എന്ന ഇങ്ങനെ R1 ഇതാണ് എന്താണോ വേരിയബിൾ കണ്ടുപിടിക്കേണ്ടത് R1:R2 റേഷ്യോ ഓഫ് റേഡിയൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയൈ എന്ന് പറയാൻ കാര്യം നമ്മൾ പ്ലൂറലില് റേഡിയസസ് എന്ന് പറയത്തില്ല, റേഡിയസിന്റെ പ്ലൂറൽ റേഡിയൈ RADII. അപ്പൊ കണ്ടോ R1:R2 എന്ന് പറയുമ്പോൾ 15:12. വേണമെങ്കിൽ ഇതിനെ സിംപ്ലസ്റ്റ് ആക്കാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടിടത്തും 5:4. ഇങ്ങനെ തന്നെ എഴുതിയാലും മാർക്ക് തരും. പക്ഷെ രണ്ടിടത്തും നമ്മുടെ ഇസിക്കലിന് അതേ എഫക്റ്റിലാണ് റേഷ്യോ. ഇവിടെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും 2. അതാണ് റേഷ്യോ ഓഫ് റേഡിയൈ. റേഷ്യോ ഓഫ് റേഡിയൈ ഈസ് ഈക്വൽ ടു 5:4 അല്ലേ. R1:R2 ഈസ് ഈക്വൽ ടു 15:12. 5:4 എന്ന് വരും. 5:4 കണ്ടോ. R1:R2 ഈസ് ഈക്വൽ ടു 15:12. 5:4 എന്ന് വരും. ഒരു കാര്യമാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബേസിലി ഇത് എല്ലാവർക്കും ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് പറയുകയാണ് അതിന്റെ ഇക്വേഷൻ. നേരത്തെ ഞാൻ ഇത് ബേസിൽ നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് ഓർത്തു വെക്കും. അപ്പം ഇഫ് X:A ഇസ് ഈക്വൽ ടു Y:B ആണെങ്കിൽ ദെൻ X:Y കണ്ടുപിടിക്കണമെങ്കിൽ X:Y എന്ന് പറഞ്ഞാൽ തിരിച്ച് റൊട്ടേഷൻ ഇങ്ങനെ വരുന്നത് ഇസ് ഈക്വൽ ടു B:A. X:Y ഇസ് ഈക്വൽ ടു B:A എന്ന് പറയാൻ കാര്യം ഇങ്ങനെ വന്നാൽ ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യാന്ന്. എക്സിനെ Y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. X/Y ഈസ് ഈക്വൽ ടു B/A. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യണമെന്ന്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ നോക്കുമ്പോൾ തിരിച്ചു വരുമ്പോ കണ്ടോ X ഇസ് ഈക്വൽ ടു A ഇസ് ഈക്വൽ ടു Y:B എന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ X:A ഇസ് ഈക്വൽ ടു Y:B എന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട് കണ്ടോ. X:A ഇസ് ഈക്വൽ ടു Y:B. അപ്പൊ ഓർത്തോണം X:A ഇസ് ഈക്വൽ ടു Y:B ആണെങ്കിൽ X:Y എന്ന് പറഞ്ഞാൽ B:A എന്ന്. അതുപോലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് X/Y ഇസ് ഈക്വൽ ടു B/A ചെയ്യുമ്പോൾ തിരിച്ചത് കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. X:A ഇസ് ഈക്വൽ ടു Y:B. അതാണ് പറയുന്നത്. അതിപ്പോ ഒരു എക്സാമ്പിളോട് എഴുതുമ്പോൾ മനസ്സിലാവും. X:4 ഇസ് ഈക്വൽ ടു Y:3 ആണെങ്കിൽ X:Y വേരിയബിൾ കണ്ടുപിടിക്കുക. X:Y എന്ന് പറഞ്ഞാൽ തിരിച്ച് റൊട്ടേഷൻ ആണ് ഇങ്ങോട്ട്. കാരണം ഇങ്ങനെ കറങ്ങുന്ന പോലെയാണ്. X:Y എന്ന് പറയുമ്പോൾ 3:4 എന്ന് പറയണം. കാരണം ഇത് ഇങ്ങോട്ട് എഴുതുമ്പോൾ X/Y ഈസ് ഈക്വൽ ടു 3/4 എന്നാണ് എഴുതേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ X:4 ഇസ് ഈക്വൽ ടു Y:3 എന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തോണം. പിന്നെ ബേസിന്റെ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ബേസ് ക്ലാസ് എന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, പഠിച്ചാൽ നല്ലതാണ്. ഇഫ് A:B ഇസ് ഈക്വൽ ടു C:D ആണെങ്കിൽ ദെൻ ഇതാണ് ഇക്വേഷൻ A/B ഇസ് ഈക്വൽ ടു C/D. ഇത്ര ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ വല്ല നല്ലത്. A/B ഇസ് ഈക്വൽ ടു C/D. ഇത് ഈസ്റ്റു ആണ് ഇടയ്ക്ക് വരുന്നത്, പക്ഷെ ഇവിടെ ഇൻഡു ആണ് എന്നുള്ള കാര്യം ഓർത്തോണം. രണ്ടും 2 മെത്തേഡുകളാണ്. ഓക്കെ.